ോടുള്ള അവൻ്റെ കടമകൾ പ്രതിപാദിക്കുന്നുണ്ട്. അതായത് ലോകങ്ങളുടെ റബ്ബായ, അല്ലെങ്കിൽ നമ്മൾ ആരാധന അർപ്പിക്കാൻ അർഹനായ ലോകത്തിലെ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഉള്ള ആദ്യത്തെ നീതി എന്നത് ഒരു മുസ്ലിം റബ്ബിനോട് മാത്രമേ ഈ ഇബാദത്തുകൾ, ആരാധനകൾ അർപ്പിക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നുള്ളൂ. അത് ഇസ്ലാമിൽ ഒന്നാമത്തെ നീതിയാണ്. ലോകത്ത് അവൻ്റെ ശിരസ് താത്താൻ, അവൻ്റെ പ്രയാസങ്ങൾ അർപ്പിക്കാൻ, അല്ലെങ്കിൽ അവൻ്റെ അർപ്പണങ്ങൾ, അവൻ്റെ ഇബാദത്തുകളെല്ലാം അർപ്പിക്കാൻ ലോകങ്ങളുടെ റബ്ബായ ഏകനായ ദൈവമായ അള്ളാഹുവിനോട് മാത്രമാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് എന്നാണ് ഇസ്ലാം ഒന്നാമത്തെ നീതി. കാരണം ഇത് എന്തുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു അമുസ്ലിമായി ജീവിതം നയിച്ചിരുന്ന ഒരാളായത് കൊണ്ട് തന്നെ നമ്മുടെ മുൻകാല ജീവിതങ്ങളിൽ നമ്മുടെ പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ, നമുക്കൊരു പ്രയാസം ബാധിച്ചാൽ അമ്പലങ്ങളിൽ നിന്ന് അമ്പലങ്ങളിലേക്ക്, വഴിപാടുകളിൽ നിന്ന് വഴിപാടുകളിലേക്ക്, നേർച്ചകളിൽ നിന്ന് നേർച്ചകളിലേക്ക്, അങ്ങനെയാണ് നമ്മൾ അഭയം പ്രാപിക്കുന്നത്. എന്ത് ചെയ്യണം, ഒരു പ്രയാസം വന്നാൽ എന്ത് ചെയ്യണം, ഞാൻ എവിടെ അഭയം പ്രാപിക്കണം എന്നുള്ള ആകെ ഒരു പ്രയാസങ്ങൾ, ഒരു അവസ്ഥകൾ ഉണ്ടാവും. ആരിൽ അർപ്പിക്കണം എന്നൊരു ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവും. പറയപ്പെടുന്ന